പേടിയില്ല പരീക്ഷ. കണ്ണുരുട്ടി പേടിപ്പിക്കും, അടുത്തു വന്നാൽ നാറ്റമടിക്കും, കറി വെച്ചാല് സ്വാദിഷ്ടം, ഉത്തരമെന്താ പറഞ്ഞാട്ടെ. ഉത്തരം എല്ലാവർക്കും അറിയാമായിരുന്നുവെങ്കിലും ടോട്ടോച്ചാനും കൂട്ടർക്കും ഈ കടങ്കഥ വലിയ ഇഷ്ടമായിരുന്നു. എത്ര കേട്ടാലും മതി വരാതെ അവർ വീണ്ടും വീണ്ടും പരസ്പരം ആവശ്യപ്പെടും, ആ കണ്ണുരുട്ടി പേടിപ്പിക്കണ കടങ്കഥ ഒന്നുകൂടെ ചോദിക്കാമോ? ടോമോയിലെ പേടിയില്ല പരീക്ഷ രസകരമായ മറ്റൊരു കടങ്കഥയ്ക്ക് കാരണമായി. കണ്ണുരുട്ടി പേടിപ്പിക്കും, പേടിച്ചില്ലൽ ചൊറിയിക്കും, ഒടുവിൽ കൂട്ടച്ചിരിയാകും, ആരാണെന്ന് പറഞ്ഞാട്ടെ. അസംബ്ലി ഹാളിൽ കൂടാരമടിച്ച അന്ന് രാത്രിയിൽ മാസ്റ്റർ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. താമസിയാതെ നിങ്ങളുടെയൊക്കെ ധൈര്യം പരീക്ഷിക്കാനുള്ള ഒരു പരീക്ഷ നടത്തുന്നുണ്ട്. അതായത് പേടിയില്ല പരീക്ഷ. ഒരു ദിവസം പാതിരാത്രി കുഹൻബത്സു ക്ഷേത്രത്തിൽ വെച്ചായിരിക്കും ഈ പരീക്ഷ. അന്ന് പ്രേതമാകാൻ താല്പര്യമുള്ളവർ ഒന്ന് കൈപൊക്കിയാട്ടെ. കൈ ഉയർത്തിയ 7 ആൺകുട്ടികൾക്ക് ആ അവകാശം ലഭിച്ചു. ഒടുവിൽ നിശ്ചയിക്കപ്പെട്ട ആ വൈകുന്നേരം എത്തി. കുട്ടികൾ സ്കൂളിൽ ഒത്തുചേർന്നു. പ്രേതമാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരും തങ്ങൾ തന്നെ നിർമ്മിച്ച വിചിത്ര വേഷങ്ങളും മുഖമൂടികളും ഒക്കെയായാണ് വന്നത്. അവർ ആദ്യം തന്നെ ക്ഷേത്രപ്പറമ്പിലെ ഒളിസ്ഥലത്തേക്ക് പോയി. വിവിധ ഒളിസ്ഥലങ്ങളാണ് 7 പേർക്കും നിശ്ചയിച്ചിരുന്നത്. എല്ലാരെയും പേടിപ്പിച്ചു കൊല്ലണോട്ടോ നമുക്ക്. പിരിയാൻ നേരം അവർ 7 പേരും ചേർന്ന് പറഞ്ഞു. ബാക്കിയുള്ളത് 30-ലേറെ പേരുണ്ടായിരുന്നു. അവർ 5 പേര് വീതമുള്ള ചെറു സംഘങ്ങളായി വിഭജിക്കപ്പെട്ടു. ഓരോ സംഘവും പല സമയങ്ങളിലായാണ് കുഹൻബത്സു ക്ഷേത്രത്തിൽ എത്തേണ്ടത്. ക്ഷേത്രപ്പറമ്പിനെയും ശ്മശാനത്തെയും വലം വെച്ച് തിരികെ സ്കൂളിലെത്തുക, ഇതാണ് പരീക്ഷ. എന്നാൽ ആർക്കെങ്കിലും എന്തെങ്കിലും കാരണവശാൽ പേടിച്ചിട്ടോ അല്ലാതെയോ യാത്ര പൂർത്തിയാക്കാതെ തിരികെ സ്കൂളിൽ വരണമെങ്കിൽ അതാവാം, യാതൊരു ബുദ്ധിമുട്ടുമില്ല. മാസ്റ്റർ കുട്ടികളെ സമാധാനിപ്പിച്ചു. ടോട്ടോച്ചാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഒരു ടോർച്ച് ലൈറ്റ് കരുതിയിട്ടുണ്ട്. എന്റെ പൊന്നു ടോട്ടോ, നീ ടോട്ടോ തിരിച്ചു വരുമ്പോ ടോർച്ച് ലൈറ്റ് കളയാതെ കൊണ്ടുവരണോട്ടോ, അമ്മ പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു. ചില ആൺകുട്ടികൾ പൂമ്പാറ്റക്കണികളുമായാണ് വന്നത്. മറ്റൊന്നിനുമല്ല, പ്രേതങ്ങളെ പിടിക്കാൻ. കമ്പിയും കയറുമൊക്കെയായി എത്തിയ മറ്റു ചില വീരന്മാർ വീമ്പിളക്കിയത് തങ്ങൾ പ്രേതങ്ങളെ പിടിച്ചു കെട്ടാൻ പോകുന്നുവെന്നാണ്. നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. അവർ ചെയ്യേണ്ടത് എന്താണ് എന്ന മാസ്റ്റർ ഒരിക്കൽ കൂടെ വിസ്തരിച്ചു പറഞ്ഞു. ഞരങ്ങിയും മൂളിയും വിറയാർന്ന കാലടികളുടെ ആദ്യത്തെ സംഘം ടോമോയുടെ പടികൾ ഇറങ്ങി. ഒടുവിൽ ടോട്ടോച്ചാന്റെയും സംഘത്തിന്റെയും ഊഴമെത്തി. കുഹൻബത്സു ക്ഷേത്രത്തിൽ എത്തും വരെ പ്രേതങ്ങളൊന്നും വരില്ല ട്ടോ, മാസ്റ്റർ ഓരോ സംഘത്തോടും ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ ടോട്ടോച്ചാനും കൂട്ടർക്കും അത് കേട്ടിട്ടും അത്ര ഉറപ്പ് ആ കാര്യത്തിൽ തോന്നിയില്ല. സ്കൂളിൽ നിന്ന് ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ വെച്ച് തന്നെ അവര് ഭയന്ന് വിറച്ചു തുടങ്ങി. ഒരുവിധം ക്ഷേത്ര കവാടത്തിലെത്തി. അവിടെ നിന്ന് നോക്കിയാൽ ഭീമാകാരന്മാരായ ആ ദ്വാരപാലകന്മാരെ കാണാം. ചന്ദ്രൻ മേഘങ്ങൾക്ക് പുറത്തായിരുന്നിട്ടും കുറ്റാക്കൂരിരുട്ട്. പകൽ അതീവ പ്രശാന്തവും വിശാലവുമായി കാണപ്പെട്ടിരുന്ന ക്ഷേത്രാന്തരീക്ഷം ഇപ്പോൾ ഭീകരരൂപിയായ ഒരു പ്രേതം ഏത് നിമിഷവും മുന്നിലേക്ക് ചാടി വീഴാം എന്ന പോലത്തെ ഒരു അന്തരീക്ഷമാണ് കുട്ടികൾക്ക് തോന്നിപ്പിച്ചത്. ഭയം കുഞ്ഞുങ്ങളെ മരവിപ്പിച്ചു തുടങ്ങിയിരുന്നു. ടോട്ടോച്ചാനും കൂട്ടുകാർക്കും താങ്ങാവുന്നതിലേറെയായിരുന്നു അത്. ഇലകളിൽ കാറ്റുപിടിക്കുമ്പോഴുണ്ടാകുന്ന മർമരം കേട്ട് അയ്യോ എന്ന് ചിലർ നിലവിളിച്ചു. ഇടയ്ക്ക് പാദം മൃദുരമായ എന്തോ ഒന്നിൽ സ്പർശിച്ചപ്പോൾ ആരോ അലമുറയിട്ടു, എന്റെ അമ്മ ഇവിടെ ഒരു പ്രേതം. നിമിഷങ്ങൾ കഴിയുന്തോറും ധൈര്യത്തിന്റെ അവസാന കണികയും കുട്ടികളിൽ നിന്ന് ചോർന്നു. ഒപ്പമുള്ള ചങ്ങാതിയുടെ മുറുകെ പിടിച്ചിരിക്കുന്ന വിരലുകൾ പോലും പ്രേതത്തിന്റെ ആണോ എന്നവർ സംശയിച്ചു തുടങ്ങി. താൻ ഏതായാലും ശ്മശാനം വരെ പോകുന്നില്ല എന്ന് ടോട്ടോച്ചാൻ ആദ്യം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അവിടെയായിരിക്കും ശരിയായ പ്രേതങ്ങൾ തയ്യാറായി നിൽക്കുക. പേടിയില്ല പരീക്ഷയുടെ നിയമങ്ങൾ അനുസരിച്ച് മാസ്റ്റർ തുടക്കത്തിൽ തന്നെ നിയമങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നല്ലോ. അതനുസരിച്ച് എല്ലാവർക്കും തീർച്ചയായും എപ്പോ വേണമെങ്കിലും മത്സരം ഉപേക്ഷിച്ച് തിരികെ പോകാവുന്നതാണ്. അവൾ തീരുമാനിച്ചു, തിരികെ പോവുക തന്നെ. സത്യത്തിൽ ആ സംഘത്തിലെ മറ്റുള്ള എല്ലാവരും തന്നെ അതേ നിമിഷം ആ തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. പിന്നെ സംശയമുണ്ടായില്ല. തങ്ങളുടെ കുഞ്ഞിക്കാലുകൾക്ക് ആവുന്നത്ര വേഗത്തിൽ കാലുകൾ നീട്ടിവെച്ച് ടോട്ടോച്ചാനും കൂട്ടരും തിരികെ സ്കൂളിലേക്ക് ഓടി. അവർ സ്കൂളിലെത്തി. അവർക്ക് മുൻപേ തിരിച്ചിരുന്ന വീരശൂരന്മാരായ എല്ലാ കുട്ടികളും ഓടി കാലേക്കൂട്ടി തന്നെ സ്കൂളിലെത്തിയിട്ടുണ്ട്. എല്ലാവരും ഭയന്നു വിളറിയിരിക്കുന്നു.
ശ്മശാനം വരെ പോകാനുള്ള ഊറ്റം പോലും അതിലാർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോഴുണ്ട് ഒരു കുട്ടി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഗേറ്റ് കടന്നു വരുന്നു. വെള്ള തുണി കൊണ്ട് തലയൊക്കെ മൂടി ഒരധ്യാപകനാൽ അനുനയിക്കപ്പെട്ടാണ് വരവ്. അവനൊരു പ്രേതമായിരുന്നു. ഈ നേരം അത്രയും ശ്മശാനത്തിൽ വിറച്ച് പതുങ്ങിയിരിക്കുകയായിരുന്നു. ഏറെ നേരം കാത്തിരുന്നിട്ടും ആരും വരാതായപ്പോൾ പ്രേതത്തിന്റെ ഭയം കൂടിക്കൂടി വന്നു. ഒടുവിൽ പരവശപ്പെട്ട് വല്ല വിധത്തിനും ശ്മശാനത്തിൽ നിന്ന് പുറത്തെത്തി. കരഞ്ഞു വിളിച്ച് റോഡിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് റോന്തു ചുറ്റാനും കുട്ടികളെയൊക്കെ ഒന്ന് നോക്കാനുമായി പോയ അധ്യാപകൻ അവനെ കണ്ടെത്തിയത്. അദ്ദേഹം അവനെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ച് ഒരു വിധത്തിൽ സമാധാനമായപ്പോഴുണ്ട് രണ്ടാമത്തെ പ്രേതം നിലവിളിച്ചുകൊണ്ട് ഓടി വരുന്നു. കൂടെ മറ്റൊരുവനുമുണ്ട്. ആ പ്രേതവും കരയുകയാണ്. ഈ രണ്ട് പ്രേതങ്ങളും ആദ്യത്തെ പ്രേതത്തെ കാണാതെ ശ്മശാനത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ആരോ അങ്ങോട്ടേക്ക് ഓടി വരുന്ന ശബ്ദം കേട്ട് പേടിപ്പിക്കാനായി ചാടി വീണതാണ്. വെപ്രാളത്തിനിടയിൽ ഇരുവരുടെയും തലകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ചെറിയൊരു പരുക്കുണ്ട്. ചത്തുപോയാലോ എന്ന് ഭയന്ന് രണ്ടുപേരും കൂടെ രണ്ട് പ്രേതങ്ങൾ ഒരുമിച്ച് തിരികെ സ്കൂളിലേക്ക് പോന്നതാണ്. നല്ല തമാശയായിരുന്നു അവിടെ. കൊടും ഭയത്തിന് ശേഷം അപാരമായ ആശ്വാസത്തിനിടയിൽ കുട്ടികളെല്ലാവരും തലയറഞ്ഞു ചിരിക്കാൻ തുടങ്ങി. ഇതിനിടെ ടോട്ടോച്ചാന്റെ സഹപാഠിയായ മികിത തിരിച്ചെത്തി. അവനൊരു പ്രേതത്തിന്റെ അങ്കി അണിഞ്ഞിരുന്നു. ന്യൂസ് പേപ്പറിൽ നിന്നുണ്ടാക്കിയ ഒരു പ്രത്യേകതരം അങ്കി. ശ്മശാനത്തിൽ കാത്തിരുന്ന് ആരും അവിടെ വരാത്തതിൽ ക്ഷുഭിതനായിട്ടാണ് അവന്റെ നിൽപ്പ്. ഞാൻ ഇത്രയും നേരം അവിടെ കാത്തു നിൽക്കുകയായിരുന്നു, എന്താരും അങ്ങോട്ട് വരാത്തത്? എനിക്ക് അലറണായിരുന്നു, എനിക്ക് ചാടി വീഴണമായിരുന്നു, എന്നെ എന്തൊക്കെയോ കടിച്ചിട്ടുണ്ട്. കൊതുക് കടിയാണോ എന്തോ പ്രാണി കടിച്ച് കൈകാലുകൾ പരപര മാന്തിക്കൊണ്ട് മികിത പറഞ്ഞു. അയ്യേ, പ്രാണികളൊക്കെ പ്രേതത്തെ കടിക്കുവോ? ആരോ ഒരാൾ ഉറക്കെ ചോദിച്ചു. വീണ്ടും കൂട്ടച്ചിരി. കുട്ടികളുടെ കാര്യമല്ലേ, പേടിക്കാൻ അല്പം മതി, ചിരിക്കാനും അല്പം മതി. എങ്കിൽ പിന്നെ ഞാൻ പോയി ബാക്കിയുള്ള പ്രേതങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടുവരാം, അതാ നല്ലത്. 5ാം തരത്തിലെ ക്ലാസ് ടീച്ചറായ മറുയാമ മാസ്റ്റർ പുറത്തേക്ക് ഇറങ്ങി. ബാക്കിയുള്ളവരെല്ലാവരും തെരുവ് വിളക്കുകൾക്ക് കീഴെ അഭയം പ്രാപിച്ചിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതിയേ എന്നായിരുന്നു പ്രേതങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും അവസ്ഥ. എല്ലാ പ്രേതങ്ങളെയും കണ്ടുപിടിച്ച് മറിയുമ മാസ്റ്റർ സ്കൂളിലേക്ക് തെളിച്ചു. ആ രാത്രിക്ക് ശേഷം ടോമോയിലെ കുട്ടികൾ പിന്നീട് ഒരിക്കലും പ്രേതങ്ങളെ ഭയന്നില്ല. പ്രേതങ്ങൾ പോലും ഭയമുള്ളവരാകുമ്പോൾ എന്തിനാണ് നമ്മൾ പ്രേതങ്ങളെ ഭയക്കുന്നത്? എത്ര ലളിതമായ ഒരു കാര്യം, മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള ലളിതമായ ഒരു കാര്യം മാസ്റ്റർ അവരെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു.